ഈ പ്രണയദിനത്തിൽ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. എന്നെ കണ്ട വഴി ലോണ് ഫസ്റ്റായി ഇതേടെ ഉള്ളിലേട്ട് പൊട്ടി. ആ പൊട്ടറ സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടി. വയലാറെഴുതുപോലെ അപ്പൊ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, മോനെ എന്റെ മോളെ കെട്ടു, നിർബന്ധമാണെങ്കിൽ ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇവരുടെ ആ സ്റ്റഡി ടേബിളിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡ്രോബിന്റെയോ ഒക്കെ ഡോറൊന്ന് തുറന്ന് നോക്കും. അപ്പൊ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോവും. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂതവും പിശാചും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന. ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? അമ്പട കേമ സണ്ണി കുട്ട. മക്കളെ എടുത്തു നോക്കിയ ആ വീഡിയോ അതല്ലേ? ഞാനിവിടെ ഉള്ളപ്പോഴാ. ഹലോ, ദാറ്റ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു മീ. അവിടെ വെച്ചേ. അത് ഹിറ്റ് ആയപ്പോഴത്തേനും പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിരുന്ന? ഇവൻ കോളേജ് ചെന്നത് ഇങ്ങനെയാ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. സോ വാലന്റൈൻസ് ഡേ ആണ്, അതുകൊണ്ടൊക്കെ ഞാൻ റെഡ് മയത്തിലാണ്. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് ഇന്ന് ഈ പ്രാവശ്യം വാലന്റൈൻസ് ഡേയില് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. കാരണം പ്രണയത്തെ കുറിച്ച് എന്താ പറയാ, ഇപ്പൊ റീസെന്റ് ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. പ്രണയത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നിത ചേച്ചി, പ്രോമിച്ചേട്ടൻ ആൻഡ് ഇതാരെ 2 ട്രോഫീസ് ഉണ്ടല്ലേ. റോണി ആൻഡ് റിച്ചാർഡ്, നമസ്കാരം. സാധാരണ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോ അല്ലെ, റീസെന്റ് മാരേജ് കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവര്, മാരേജ് ഉറപ്പിച്ചവര്. പക്ഷെ ഇത് അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ആ ഒരു കൺസെപ്റ്റ് ശരിക്കും ഭയങ്കര രസമാണ്. അതായത് ഈ മക്കളും പാരന്റ്സും എല്ലാം വാലന്റൈൻസ് ആണ്. അതെ. അത് തന്നെ റോണിത്തും അത് റിച്ചാർഡും അത് തന്നെ ചിന്തിക്കണേ. അവരും അവരുടെ വാലന്റൈനുമായിട്ടുള്ള സമയം ഭയങ്കര രസമായിരിക്കും. അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മമ്മി പറയണത് മമ്മിയും പപ്പയും വാലന്റൈൻ. അല്ല, ഇവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ ഒരാള് അവിടെ ഒരാള്. ഇപ്പൊ വിളിച്ചാ വരാൻ പറ്റുന്നെങ്കിൽ വിളിച്ചോ, കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താ പ്രണയം? എന്താണ് സത്യത്തില് പ്രണയം? നീത ചേച്ചി പറ. പ്രണയം അങ്ങനത്തെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രണയം കേൾക്കുമ്പോ എന്താണ് മനസ്സിൽ വരുന്നത്? നിർഗളിച്ചു വരുന്ന അർഗളമായ പറ പ്രണയം. ഇനി വേറെന്തൊക്കെയാ? എനിക്ക് അത്രേ അറിയില്ല പ്രണയം. ഇത് സത്യത്തിൽ ഇവര് 2 മുഖത്തോട് മുഖത്ത് എന്താലേ എന്റെ ദൈവം ഒരു ഇന്റർവ്യൂ വരണം ഇങ്ങനെയൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ. ഞാൻ എന്റെ മനസ്സ് തുറന്നപ്പോ ഇന്റർവ്യൂ വന്നോന്ന് പറയണപ്പോ എന്താണിത്? ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഇതുപോലെ വെക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു കണ്ടന്റ് അടുത്ത പ്രാവശ്യം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ കണ്ടന്റ് കെന്ന പോയ പിന്നെ ഞങ്ങളുടെ മക്കൾ പ്രണയിക്കുന്ന ആളെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതൊരു കണ്ടന്റ് ഇത്ര പേടിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ച നിങ്ങൾ ഭയങ്കര കൂളായിട്ടുള്ള അച്ഛനും അമ്മയായിരിക്കും. ഇത് പ്രണയം ഞങ്ങൾ ഭയങ്കര കൂളാണ്. റോണി, ഇവര് ശരിക്കും കൂളല്ലേ? ഒന്നും പറയാനില്ല. കൂളല്ല, പാവാണ്. അല്ലല്ല, വാമാണ്, കൂളാണ്, എല്ലാമാണ്. നിലവില് അവന്റെ 7 സംഭവങ്ങൾ ഞങ്ങള് ബോംബിട്ട് പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പഴാണോ കഷ്ടം 7? ശരി, പിന്നെ ഇവരെ ഇപ്പൊ കുറ്റം മനസ്സിലാക്കാൻ കാര്യമില്ല. നല്ല എന്താ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള 2 ആൺകുട്ടികള്. മിഠായി എന്തെങ്കിലും ഓഫർ ചെയ്തായിരുന്നോ നേരത്തെ?
അല്ല നിങ്ങളുടെ ഇരുത്തം തന്നെ ശരിയല്ല കേട്ടോ. നേരെ ഇരുന്നു നിങ്ങളുടെ ഒരു മുഖത്തോട് മുഖത്ത് ഞാൻ വാലന്റൈൻസ് ഡേ യങ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ നിക്കണ്ട വരും. വല്ലപ്പോഴും ഇന്റർവ്യൂ വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കാൻ പറയുന്നത്. അല്ലാതെ പ്രോമി ചേട്ടൻ ഇങ്ങനെ റൊമാൻസ് ഒന്നും അല്ല, റൊമാൻറ്റിക് അല്ല. ഞാൻ റൊമാൻറ്റിക് അല്ലേ മക്കളോട് ചോദിക്കും. ഏതെങ്കിലും കെട്ടിയോളമാര് പറഞ്ഞോണ്ട് എന്റെ ഭർത്താവ് റൊമാൻറ്റിക് ആണ്. റൊമാൻസ് കാണിച്ചാ പറയല്ലേ? അതെ കാണിച്ച നമ്മള് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഒരു കപ്പിള് വന്നേ ജോലിക്ക്. അവര് നോർത്ത് ഇന്ത്യ എന്നുള്ളവരാ. അപ്പൊ എന്താ അപ്പൊ പുള്ളി പറഞ്ഞ പോലെ അവൻ ഇതാ എന്നോട് ചോദിക്കണം. അവര് തമ്മിൽ ഭയങ്കര സ്നേഹം. അപ്പൊ പുള്ളി ഇങ്ങനെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഭാര്യയോട് നമ്മളിപ്പോ എന്തെങ്കിലും മോളെ അവിടെ നിന്ന് അതൊന്നും എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് ആദ്യം ഓടി വരും. ഞാൻ എടുത്തോണ്ടിരാ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടെന്ന്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറയും എനിക്ക് അവള് ഭയങ്കര സ്നേഹമാ എന്ന്. അപ്പൊ ഞങ്ങള് ഇതെന്തിനാ ഇങ്ങനെ പറയണേ ഇടയ്ക്കിടയ്ക്ക്. അല്ല അപ്പൊ നിതാ എന്നോട് എന്ത് റൊമാൻറ്റിക്കാ നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ നിതോട് പറഞ്ഞു അയ്യോ എന്നാ ഞാൻ നിതയുടെ പണികളൊക്കെ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഭയങ്കര റൊമാൻറ്റിക് ആളുകളാണ്. പിന്നെ അങ്ങോട്ട് പോയി എന്റെ പൊന്നുമോളെ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി കേൾക്കണതാണ്. ഹിന്ദി സീരിയൽ കാണാറുണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. ഭയങ്കരമായിട്ട് ഞാനും ആഗ്രഹിച്ചൊരു നോർത്ത് ഇന്ത്യനെ കെട്ടണമെന്ന്. അപ്പൊ പിന്നെ ഇതൊരു ഇപ്പൊ പെൺപിള്ളേര് കേപ്പോപ്പ് എന്ന് പറഞ്ഞ് നടക്കണവരുണ്ട്. കാലഘട്ടത്തില് അല്ലേ? അയ്യോ ഞാൻ ഇത ചേച്ചിയുടെ ആ കാലഘട്ടം എന്നൊക്കെ ആ സമയത്ത് ഹിന്ദി സീരിയലായിരുന്നു. ഇപ്പൊ എല്ലാരും എന്താ കൊറിയൻ പിള്ളേരുടെ ഒപ്പം പോകുന്ന പോലെ. മലയാള സീരിയലുണ്ടല്ലോ അതെ നിതയുടെ പോലത്തെ സാധനങ്ങൾ. ഓ അത് ഭയങ്കര അല്ല, അതിനകത്ത് കുറച്ച് ഭയങ്കരല്ലേ ചേച്ചി? ഇങ്ങനത്തെ ഒരാളെ അല്ല, ഭയങ്കരയാണ്. ആ സ്വഭാവം ഇവിടെ ഇറക്കാറുണ്ടോ? റിച്ചാർഡ് പറ. ഇടക്കാണ്ടോന്ന് ചോദിച്ചാ ഇടക്കിടക്ക് ഞങ്ങൾ ചില കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ അപ്പൊ വരും. എന്ത് കാര്യങ്ങളാ ചെയ്യാത്ത ശരിയാതിരുന്നാലാണ് ചോദിക്ക്. അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഈ നമ്മളിപ്പോ എന്താ പറയാ ഈ റൂമൊക്കെ വൃത്തിയാക്കാണ്ട് വെക്കില്ലേ, അതൊക്കെ കേറി കണ്ടുപിടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇവരുടെ ആ സ്റ്റഡി ടേബിളിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡ്രോബിന്റെയോ ഒക്കെ ഡോറൊന്ന് തുറന്ന് നോക്കും. അപ്പൊ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോവും. റിച്ചാർഡിന്റെ ഡോർ ഞെട്ടിപ്പോകുന്ന ആൾക്കാർ വേറെ പേപ്പറുകളല്ലേ? പേപ്പറുകളൊക്കെയാണ് സഹിക്കാറുണ്ട്. പാക്കറ്റുകൾ ഉമാര് മേടിച്ചോണ്ട് കാണാൻ കഴിക്കണേന്റെ ഒക്കെ ആൾക്കാർ തെറ്റായിരിക്കും. ലേസ് കുറുക്കുറ പ്ലാസ്റ്റിക് പാക്കറ്റ് എന്ന് പറയാൻ പാക്കറ്റ് തെറ്റാണ്. അല്ല എല്ലാരും വിചാരിക്കും വേറെ എന്തെങ്കിലും പാക്കറ്റ്. അപ്പൊ തന്നെ പറഞ്ഞല്ലോ ലേസ് കുറുക്കുറ ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഇവര് ഇങ്ങനെ നമ്മള് കാണാണ്ട് കഴിച്ചിട്ട് അവളോടെ കൂടി കുറ്റി കയറ്റി വെക്കണം. ഇങ്ങനെ കുറെ ആളെ നമുക്ക് എടുക്കണത് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സോഫയുടെ ഇടയിലൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട്. പക്ഷെ രണ്ട് ആൺകുട്ടികളല്ലേ, അവർ ഇത്രയെങ്കിലൊക്കെ ചെയ്യുന്നില്ലേ? അതെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ ഇപ്പത്തെ രണ്ടുപേരും നേരത്തെ എന്നെ കണ്ട് എന്തോ മിഠായി മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഭയങ്കര സപ്പോർട്ട്. അതെ ഇന്റർവ്യൂ നടക്കുമ്പോ ഞങ്ങളാ സപ്പോർട്ട്. ഇന്റർവ്യൂവിന് പിന്നെ ഞാൻ ഇവരായിട്ടായിരുന്നു മിങ്കിള്. ആണോ? ഓ സെറ്റ് സാരമില്ല അല്ലേ, കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. അല്ല എന്ത് കാര്യത്തില്ല ഇതിനാണ് ഏറ്റവും കൂടുതൽ വഴക്കുന്നത്, റൂം ക്ലീൻ ആക്കാതിരിക്കുന്നതിന്. പഠിത്തത്തിന് വഴക്ക് കേൾക്കാറുണ്ടോ? പഠിക്കാറില്ല. ആണോ? അങ്ങനെയല്ല, കൊറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അവസാനം വന്ന് പറയും പോയിരുന്നു പഠിക്കാം. അപ്പൊ ഞാൻ പറയും ഞാൻ പഠിക്കാൻ പറ്റില്ല, ഇത്രയും നേരം പഠിക്കുമായിരുന്നു. അപ്പൊ പിന്നെ അവിടെ യുദ്ധം പൊട്ടി പുറപ്പെട്ടു. ഇപ്പൊ 12th ആണ്. അപ്പൊ ആ പ്രഷർ അമ്മയും അച്ഛനൊക്കെ തരുന്നുണ്ടോ? 12th ഇങ്ങനെ മാർക്ക് മേടിക്കണം അങ്ങനെ? ഞങ്ങൾക്കാ പ്രഷർ തരുന്നേ, ഞങ്ങൾ അവനല്ല. അടുത്ത മാസത്തല്ലേ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ ഞങ്ങൾക്ക് പ്രഷർ ഫെബ്രുവരി 20th എല്ലാരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ബോർഡ് എക്സാം. ഞാൻ അതാ പറയുന്നത്, നമ്മുടെ റിച്ചാർഡ് ഈ ഇന്റർവ്യൂ കഴിയുമ്പോ റിച്ചാർഡ് ബോർഡ് എക്സാമിലേക്ക് അങ്ങ് കയറുകയാണ്. ഇത് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് എല്ലാ പ്രേക്ഷകരും റിച്ചാർഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പെർസെന്റേജ് വേണ്ടേ? അല്ല എത്ര ആഗ്രഹം 95 എബോവ് കിട്ടണമെന്നാണ് ആൾക്കാർ ചോദിക്കൂട്ടോ. ഞാൻ പറയണല്ലോ 95 എബോവ് കിട്ടണം എന്നാണ് നമ്മുടെ റിച്ചാർഡിന്റെ ആഗ്രഹം. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും റിച്ചാർഡിന്റെ സക്സസ് സെലിബ്രേഷൻ. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ നാടുവിടും.
പിന്നെ റിച്ചാർഡ് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതല്ല. ഇല്ല, റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സക്സസ് സെലിബ്രേഷൻ ഓഫ് റിച്ചാർഡിന്റെ 12th എക്സാമിന് അതൊരു കണ്ടന്റ് ആയി. ഞാൻ ഗേറ്റ് തുറക്കൂല. പേടിയുണ്ടോ, ടെൻഷൻ ഉണ്ടോ സത്യത്തില്? ചെറുതായിട്ട്. ഏതാ ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാ? എല്ലാം പോന്നു കൊച്ചിന് ഇങ്ങനെ തളർത്തൽ. അവൻ പറയട്ടെ, മാത്സ് ആയിരിക്കും. മാത്സ്. ആ അത് ശരിയാ. മാത്സ് മെയിൻ എടുത്തുകൊണ്ട് മാത്സ് ടഫാന്ന് പറയണവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. സയൻസ് ആണ് എടുത്തിരിക്കുന്നപ്പോ. ഓ അങ്ങനെയാണെങ്കിൽ കൊമേഴ്സ് അങ്ങ് എടുത്താ പോരായിരുന്നോ? ബുദ്ധിപരമായി നീങ്ങുന്നത്. അമ്മയുടെ അച്ഛന്റെ പ്രഷർ തന്നെ സയൻസ് എടുത്തല്ലേ? അത് ചോദിക്കും. ഞാൻ പറഞ്ഞതാ ഇവരോട് കൊമേഴ്സ് എടുത്ത് മോനെ. പറ്റില്ല, എനിക്ക് മാത്സ് തന്നെ വേണമെന്ന് അന്ന് അവന്റെ നിർബന്ധത്തിൽ എടുത്തതാ. അതെ അതെ അതെ. എന്ത് പഠിക്കണമെന്ന് നമ്മൾ പ്രഷർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇവന്റെ അടുത്താലും ഞാൻ പറഞ്ഞു, റോഡത്തെ എന്താ എടുക്കണ്ടേന്നുള്ളത് നീ ഡിസൈഡ് ചെയ്യണം, എടുത്ത് പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. അങ്ങനെ ഇവന് മാത്സ് സയൻസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനെ നിനക്കത് ടഫാണ്, നീ അത് എടുക്കല്ലേ, നീ കൊമേഴ്സ് എടുക്ക് എന്ന് പറഞ്ഞു. അല്ലാതെ അപ്പോഴത്തേക്ക് ഇവൻ എഞ്ചിനീയറിംഗിന് പോയല്ലോ. അപ്പൊ അവന് എഞ്ചിനീയറിംഗിന്റെ ആഗ്രഹം കേറിയിട്ട് ഓ പിന്നെ എഞ്ചിനീയറിംഗ് ആകാനാണ് താല്പര്യം. ചേട്ടന്റെ പാത പിന്തുടരാൻ ചേട്ടനാണോ എല്ലാത്തിനും ചേട്ടനാണ് വഴികാട്ടി? ചില ബ്രദേഴ്സ് ഒക്കെ പറയാം, സിബ്ലിങ്സ് വഴി കാട്ടി കൊടുക്ക. ചില സിബ്ലിങ്സ് ഒക്കെ പറയണം, ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോ ചേട്ടൻ കാണിക്കുന്നതായിരിക്കും കറക്റ്റ്, അപ്പൊ ചേട്ടനെ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അവൻ കാണിക്കുന്ന കറക്റ്റ് അല്ല. റോണിത്ത് എന്തെങ്കിലും സംസാരിക്കേ? സംസാരിക്കുന്നുണ്ടല്ലോ. റോണിത്താണോ? ചോദ്യം വരുന്നില്ലല്ലോ. ചോദ്യം വരാത്തോണ്ട് അത് ഞാൻ റോണിത്തിനോട്. റോണിത്തെ നീ കറക്റ്റ് ആയിട്ട് വഴി കാട്ടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്റെ വഴികാട്ടലിന് എന്താ പ്രശ്നം? അവന് ഇതുവരെ വഴി കണ്ടിട്ടില്ല, അപ്പോഴാണ് അവൻ അനിയന്റെ വഴി കാണിക്കാൻ പോണേന്നല്ലേ? അല്ല, റോണിത്തിനായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ പേരെന്താ? വാലന്റൈൻസ് ഡേ അല്ലേ തുറന്നു പറഞ്ഞു. എന്റെ വാലന്റൈൻസ് ഡേ പെൺപിള്ളേരുടെ പേര് പറയും, ദൈവത്തോർത്ത് ആണുങ്ങളുടെ പേര് പറയരുത്. അല്ല, വാലന്റൈൻസ് ഒന്നും കൂടെ കാണിച്ചേ. കാണിക്കേ വാലന്റൈൻസ് ഡേ. എന്റെ അമ്മ ഇത് എന്റെ പിഴ അവൻ ചിലപ്പോ വെറുതെ പറയണതായിരിക്കും ഞങ്ങള് ഇവിടെ ഇരിക്കുന്നോണ്ട്. പക്ഷെ എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് പ്രോമി ഓർക്കാറില്ല അത് എല്ലാം. ഞാൻ പോകട്ടെ. അല്ല, അങ്ങനെ വാലന്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞ ഓർത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിച്ചു തരോ അങ്ങനെ സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഗിഫ്റ്റ് തന്നില്ലേ എനിക്ക്? അല്ല, വാലന്റൈൻസ് ഡേക്ക് അല്ലേ? ബർത്ത്ഡേക്ക് ആയിരിക്കും. പക്ഷെ ഇവർ അന്ന് കോളേജിൽ നിന്ന് വന്നായിരുന്നു. ഇവൻ വന്നപ്പോ എനിക്ക് വലിയ എന്റെ സിൽക്കിന്റെ ചോക്ലേറ്റ് ഉണ്ട്. സംഭവം മനസ്സിലായില്ലേ? അവനാരോ അവനാരോ കൊടുത്തതാ. അത് മുഴുവൻ അവന് നിന്ന് തീർക്കാൻ പറ്റില്ല. ഇവിടെ വീട്ടിൽ കൊണ്ടത് കാണും. അവൻ നേരെ മമ്മി എന്റെ മമ്മി. അതെ, ഡയറി മിൽക്ക് അല്ലായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചാല്. സാരിയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതിന്റെ കൂടെ ഒരു ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവൻ മാറ്റി സംഭവം കൊടുത്ത് മമ്മിക്ക് കൊടുത്തു. ഇത് മനസ്സിലാക്കാനുള്ള വെളിവില്ലേ? അല്ല, ആക്ച്വലി എനിക്ക് മനസ്സിലായി അത് അവന് വേറെ ആരോ കൊടുത്തതാണ്. പക്ഷെ സ്റ്റിൽ അവൻ ഇവിടെ വന്ന് ഇറങ്ങി ഉടനെ അവൻ ആ ബൈക്കിൽ നിന്ന് വന്നപ്പോഴേ ഇത് തന്നിട്ട് മമ്മി ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ എന്റെ കയ്യിലേക്ക് തന്നു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ചിലപ്പോ ഇപ്പൊ തന്ന പെങ്കൊച്ചി ആയിരിക്കണ്ട, ഓഹോ നീ അത് കൊണ്ടേ അമ്മയ്ക്ക് കൊടുത്തൂലേ. പാടുപെട്ട് ഉള്ള പൈസയൊക്കെ എടുത്തു വെച്ച് ഒരു മിഠായി മേടിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ ഉള്ള പൈസയൊക്കെ എടുത്ത് വെച്ച് പാവം കൊച്ചട്ടോ. ഞാനാരായി? ശശിയായി അല്ലേ? ഞാൻ ഈ 10-20 കൊല്ലം വളർത്തിയത് അല്ലെങ്കിൽ ചെയ്തതൊക്കെ വെറുതെ. 10-20 കൊല്ലം വളർത്തിയിട്ട് ചെയ്തതൊക്കെ വെറുതെ. ഞാൻ എന്റെ മാറിലും ഒക്കെ വെച്ച് വളർത്തിയിട്ട് അച്ചൂത്തിട്ടിരുന്നോ? പക്ഷെ വാലന്റൈൻസ് ഡേക്ക് ഒന്നും തന്നില്ലല്ലോ. അല്ലേ? ശരിക്കും പ്രോമിച്ചേട്ടൻ റൊമാൻറ്റിക് പേഴ്സൺ ആണോ നിത ചേച്ചി? ഈ റീൽസിലൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര റീൽസിലും ക്യാമറ ഓൺ ആക്കുമ്പോഴും. വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഒന്നും തന്നില്ല എന്ന് പറയരുത്. റിച്ചാർഡിന് കൊടുത്തത് ഒരു വാലന്റൈൻസ് ഡേ. ഓ എന്റെ ദൈവമേ, ആണോ? അവൻ ആ സീക്രട്ട് റിപ്ലൈ കേട്ടെ. ഫെബ്രുവരി 14th ആ സർപ്രൈസ് അല്ലെ വീട്ടുകാരുടെ മുന്നിലേക്ക് അറിയിച്ചതല്ലേ? ആ മൈക്ക് റെക്കോർഡിംഗ് ആണല്ലോ, ഇത് കേട്ടിട്ടുണ്ടാവും. ഓക്കെ,
മൈക്കിൽ വെച്ച് സംസാരിച്ചോണ്ട് കുഴപ്പമില്ല. അല്ല പറ, പ്രോമി ചേട്ടൻ സത്യം പറ, ഈ ക്യാമറയുടെ മുന്നിൽ മാത്രമുള്ള റൊമാൻസ്, അല്ലാതെ റൊമാൻസ് ഒന്നുമില്ല? റൊമാൻസ് ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലാണ്ടില്ല. ഓ ഇത് പറഞ്ഞാൻ വന്നത് ചിലപ്പോ പ്രോംചേട്ടന് ലൈറ്റ് ഓഫ് ആക്കുമ്പോഴായിരിക്കും റൊമാൻസ് വരുവുള്ളൂ ആണോ? അങ്ങനെയാ? അല്ല അങ്ങനെയല്ല, അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ഹീറോ അങ്ങനെ ഭയങ്കര ഞാൻ നിന്നോട് പറഞ്ഞു ഒരു കൊച്ചിനെ കൊണ്ട് എന്റെ എന്റെ റൊമാൻസ് ഇത് കാണട്ടെ. ഞാൻ തിരിച്ചു പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ പ്രോമി എനിക്കൊരു പയ്യനെ കൊണ്ടുതാ, അതെ ഞാനും കാണിച്ചു തരാം റൊമാൻസ്. അതെ, ഇപ്പൊ പിള്ളേര് പറയും നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരു പെൺപിള്ളേരെ കൊണ്ടുതാ, ഇപ്പത്തെ ജനറേഷന്റെ റൊമാൻസ് എന്താ ഞങ്ങള് കാണിച്ചു തരാം. ശരിക്കും വീട്ടിൽ ആരാ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ഒരു പഞ്ചാരക്കുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മേനെ കമ്പയർ ചെയ്യുമ്പോ ആർക്കാ ഏറ്റവും കൂടുതൽ? അങ്ങനെ പഞ്ചാര കുട്ടീന്നൊന്നുമില്ല, ആവശ്യത്തിന് അതെല്ലാം ഞങ്ങൾക്ക് ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിനും അമിതമില്ല. അമിതയില്ല. ഓ അമിതയല്ല, അമിത അത് വേറെ കൂട്ടുകാരി. കുഴപ്പമില്ല, ഫെബ്രുവരി മന്ത് അല്ലേ? അല്ല കൂട്ടുകാരിയാണ്. ആണോ? അങ്ങനെ അമിതേനെ അങ്ങനെ കുറെ കൂട്ടുകാരികളുണ്ട്. മിക്കവാറും വാലന്റൈൻസ് ഡേ വെരി ക്യൂട്ട് കപ്പിൾ, റൊമാൻറ്റിക് കപ്പിൾ, മിക്കവാറും ഈ വാലന്റൈൻസ് ഡേ കൊണ്ട് ഇവർ അടിച്ചു പിരിഞ്ഞ് 4 വഴിക്ക് അടിച്ചു പിരിഞ്ഞ കപ്പിൾസ് ആവും. ഏറ്റവും സ്ട്രിക്റ്റ് ആരാ വീട്ടില്? റോണിത്തെ അച്ഛനാണോ അമ്മയാണോ ഏറ്റവും സ്ട്രിക്റ്റ് ആരാ? എനിക്ക് മമ്മി തന്നെ കുറച്ച് സ്ട്രിക്റ്റ്. റിച്ചാർഡിനോ? ഈ പപ്പയാ. ഇതപ്പൊ മമ്മി അല്ല, ഇത് അപ്പൻകുട്ടനായിരിക്കും റോണിത്ത അല്ലേ? അല്ല അവൻ ശരിക്കും രണ്ടുപേർക്ക് അപ്പനെ സ്ട്രിക്റ്റ് എന്ന് പറയുന്നു, അപ്പൊ റിച്ചാർഡിന് അമ്മക്കുട്ടനായിരിക്കും. അല്ല 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 അവൻ പപ്പക്കുട്ടനാ. പപ്പയെ സ്ട്രിക്റ്റ് എന്നും പറയുന്നു. ഓ എനിക്ക് റോണിത്തിന് മമ്മീനായിരിക്കും കൂടുതൽ ഇഷ്ടം. സോ മമ്മി സ്ട്രിക്റ്റ് ഫോർ ഹിം. ഓ അങ്ങനെ കൂടുതൽ ഇഷ്ടമൊന്നുമില്ല, റിച്ചാർഡ് രണ്ടുപേരും സ്ട്രിക്റ്റ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ ബേസ് ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും. അല്ലെങ്കിൽ ഞങ്ങള് കുഴപ്പക്കാരല്ല, അല്ലെങ്കിൽ പാവങ്ങളാണ്. ഇതില് ഫ്യൂച്ചറിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രണയോ ഈ വാലന്റൈൻസ് ഡേ ആയിട്ടോ നീ ഇത്ര പ്രണയങ്ങൾ ഇങ്ങനെ കുത്തി തീർക്കണം, അല്ല നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാക്കാനല്ല ചേച്ചി നോക്കുന്നത്, നിങ്ങളത് വിചാരിക്കണം. ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരു പ്രണയം വേണം, അതെ രണ്ടുപേർക്കും പ്രണയമൊക്കെ വേണം. അതെ അല്ലെ, പ്രണയം എന്താന്ന് ഫീൽ ആ വികാരമൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒരു പ്രായത്തിൽ വന്ന കാര്യങ്ങൾ വരണം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ മോനെ. രണ്ടുപേരോടും പപ്പയ്ക്ക് എന്താ പറയണേ, 9ാം ക്ലാസ്സിൽ വെച്ച് ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടിയതാ. 9ാം ക്ലാസ് എനിക്ക് 5ാം ക്ലാസ്സിൽ വെച്ച് കിട്ടി. അതെ, സ്കൂളിൽ കയറുന്നതിന് മുന്നേ റിച്ചാർഡ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇല്ല മമ്മിക്ക് എത്ര 5 നിനക്ക് അതായിട്ടാ വന്നേ. അതെ 9ാം ക്ലാസ്സിൽ ലവ് ലെറ്റർ കിട്ടി. എനിക്ക് 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടി. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്തോ? കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. അതെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോ അക്സെപ്റ്റ് ചെയ്താ എത്ര നാള് കൊണ്ടുപോയി ആ റിലേഷൻഷിപ്പ്? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അന്ന് ഒരു രസമല്ലേ ഇതൊക്കെ. അങ്ങനെ ഒരാളോടായിട്ടല്ല പ്രണയം, എല്ലാരോടും 9, 1, 10 പ്ലസ് അങ്ങനെയല്ല, 9ൽ തന്നെ 10. അങ്ങനെയായിരുന്നു. ഞാൻ തന്നെ ഭർത്താവിനെ പറ്റി അനാവശ്യം പറയരുത്, അങ്ങനെയൊന്നുമില്ല. ഒരെണ്ണത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. ഈ പിള്ളേർക്ക് ഉപദേശം കൊടുക്കണം, അങ്ങനെയാ മക്കളെ ഒരാളെ പ്രേമിക്കരുത്, എല്ലാരും പ്രേമിക്കണമെന്ന്. ഞാൻ ദൈവത്തെ ഓർത്ത് ആ പിള്ളേരെ വഴി തെറ്റിക്കല്ലേ. ഇങ്ങനെയാണ് ഉപദേശം തരണേ? അങ്ങനെയല്ല, നമ്മള് എല്ലാരും പ്രേമിക്കണം, എല്ലാരും നമ്മൾ നല്ലതായിട്ട് നമ്മൾ സ്നേഹിക്കണം. അതെ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ. അയ്യോ കൊച്ചു ഇത്ര നല്ല കുട്ടിയായിരുന്ന. അതെ, ഇപ്പൊ എല്ലാരെയൊക്കെ വാരിക്കോരി സ്നേഹിക്കുന്നുണ്ട്. ക്ലാസ്സിൽ എല്ലാവർക്കും അപ്പൊ ഓരോരോ ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും. അയ്യോ അങ്ങനെയൊന്നുമില്ല, ലൈൻ കട്ട്. അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്, റോണിത്തെ ഇപ്പൊ ഫ്യൂച്ചറിൽ റോണിത്തിന് ഒരാൾ ഇഷ്ടമായിട്ട് ആദ്യം ധൈര്യത്തോടെ സീരിയസ് ഇഷ്ടമായിട്ട് അത് ഒന്ന് വീട്ടിൽ അവതരിപ്പിക്കണം, അവിടെ പെൺകുട്ടിന്ന് പ്രഷർ വരും, നീ അച്ഛനോടും അമ്മയോടും പറയണം അങ്ങനെയെങ്കിലും, അപ്പം ആരോടായിരിക്കും ആദ്യം പോയി പറയുന്നത്? ഒന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞേ പറ്റൂ, അപ്പൊ ആരോടായിരിക്കും ആദ്യം പോയി പറയുന്നത്? വീട്ടിലേക്ക് വരേണ്ടി വരില്ല.
അതാ പറഞ്ഞ ആരോടും പറയില്ല ആ വഴി പോണ്ടി വരും. അപ്പൊ ഇവര് നിങ്ങൾ ഇത്രയും സ്ട്രിക്റ്റ് ആണോ? പ്രണയത്തിനൊക്കെ അപ്പൊ നിങ്ങൾ എതിരാണല്ലോ. ആഹാ കൊള്ളാലോ. റീൽസില് വലിയ പ്രണയത്തിനൊന്നും എന്താ ഞങ്ങളെതിരല്ല. ഞങ്ങള് റീൽസിൽ തമാശ പറയും. പക്ഷെ അല്ലല്ല, പ്രണയത്തിനൊന്നും ഞങ്ങളെതിരല്ല. പ്രണയിക്കാനൊക്കെ അവനവന്റെ കാര്യം പ്രണയിക്കണം. കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവനവന്റെ കഴിവുണ്ടെങ്കിൽ പ്രണയിച്ച് പോവാം. ഓക്കെ പ്രണയിച്ച് വരണ്ട, പ്രണയിച്ച് പോവാം. പോവാ. അന്നേരത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നർത്ഥം അല്ലേ? അത് അവരുടെ ചോയ്സ് ആണെന്ന്. അവർക്ക് പ്രണയിക്കാം, അവർക്ക് പ്രണയിച്ച് പോവാം. ഇവിടെ നിക്കാൻ പറ്റില്ലേ? അതാ എവിടെ ഞങ്ങള് പറഞ്ഞേക്കണം. അപ്പൊ റോഹിത പെട്ടെന്ന് ജോലി കഴിച്ചിട്ട് നമുക്കൊരു ഫ്ലാറ്റോ വില്ലയോ എങ്ങനെങ്കിലും സംഘടിപ്പിക്കാം. ബാംഗ്ലൂർ പോയി നിന്ന് ഇവരുടെ കൺവെട്ടത്തിൽ നിന്ന് മാറി അങ്ങ് നിന്നേക്കാം. എന്നെ ബാംഗ്ലൂർ വരെ എത്തുള്ളൂ. ഉമാര് മറ്റേ കൊറിയയില് മറ്റേ ചേച്ചിക്കായിട്ടാണ്. ജപ്പാനിലും കൊറിയയിലൊക്കെയാണ്. എനിക്കിഷ്ടല്ല. പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ നോക്കുമ്പോ അവന്റെ ചാറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ ഇവൻ സംസാരിക്കുന്നത് ആരോടൊക്കെയാണ് മറ്റേ ഭാഷയിലൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കണം. ട്രാൻസ്ലേറ്റർ ഇട്ടിട്ട് കൊറിയൻ ഭാഷയിലൊക്കെയാണ് ഡീൽ ചെയ്യുന്ന കാര്യം. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങനെ സംഭവം ഉണ്ടായില്ലേ? എന്താ കണ്ടു കണ്ടു പിറ്റേ ദിവസം ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, മോനിതൊക്കെ എന്താടാ? അവനെ ഓർമ്മയില്ല. സത്യത്തിൽ എനിക്ക് ഈ പിള്ളേരെ ഓർക്കുമ്പോഴ സങ്കടം തോന്നുന്നു. വല്ലാത്തൊരു അല്ലേ, വല്ലാത്തൊരു ജീവിതം അല്ലേ? പാവങ്ങളോട്ടോ. കഷ്ടപ്പെടാനുണ്ടോ നിങ്ങള്? അതെ. വീട്ടിലെ അമ്മ പണി ചെയ്യിപ്പിക്കും അടുക്കളയിലൊക്കെ കയറ്റി. അതും ചെയ്യിപ്പിക്കോ? അയ്യോ അവര് പറയട്ടെ. ചെയ്യിപ്പിക്കോ റോണിത്? ചെയ്യിപ്പിക്കോ? സത്യം പറഞ്ഞോ? ചെയ്യാറുണ്ട്, ഞങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. ഇത്രയും നല്ലൊരു ഇപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ആൺകുട്ടികൾ അമ്മേനെ സഹായിക്കുന്നു അല്ലെ? അതൊക്കെ ശരിയാണ്. സഹായിക്കാൻ വേറെ പെൺമക്കളില്ല ഞങ്ങൾക്ക്. അതെനിക്ക് ഉള്ളവരെ വെച്ചല്ലേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. പെൺമക്കളില്ലാത്തോണ്ട് അവരോട് ചെയ്തു തരാവുന്ന കൊച്ചാണ് പ്രശ്നം കൊടുത്തത്. ഇവിടെ ടോപ്പിക് പെൺകുട്ടിയുടെ അല്ലായിരുന്നോ? പെൺകൊച്ചാണോ പ്രശ്നം? അതെ പരിഹരിച്ചു. അടുത്ത് ദൈവമേ ഇത് കൂടി അവസാനം കോളേജിൽ കയറാൻ പറ്റുമോ? റിച്ചാർഡിനാണെങ്കിൽ പേടിക്കണ്ട, പ്ലസ് 2 എക്സാം അല്ലേ, എല്ലാരും പഠിക്കുമായിരിക്കും. എന്നാലും ഈ ഇന്റർവ്യൂയുടെ ലിങ്ക് ഒന്ന് വെറുതെ അയച്ചു കൊടുത്തേരെ. നാലാൾക്കാർ കാണുവാണെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോടെ എന്നില്ലല്ലോ. ആ ചാനലിന്റെ പ്രൊമോഷൻ അതല്ല ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ബോയ്സിന് ഇപ്പൊ നമ്മളെല്ലാരും കെട്ടിക്കഴിഞ്ഞു ഇപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഇപ്പം എന്താ ജോലി ചെയ്യണം. പണ്ടായിരുന്നു ഇത്, പക്ഷെ ഇപ്പളെ നിരശിക്ക് 2 ആൺമക്കളാണ്. അപ്പൊ ഇവരെ ഇപ്പളെ എല്ലാ കാര്യങ്ങളൊക്കെ അതാ ഞാൻ ചോദിച്ചു, പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അല്ല അങ്ങനെയല്ല, ഞാനിങ്ങനെ പിന്നീട് ഇങ്ങനെ കാര്യം ആലോചിച്ചിട്ടല്ല. ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അവർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. അതായത് അവര് റൂം ക്ലീൻ ആക്കി വെക്കുക. അത്യാവശ്യം ആരും ഇല്ലെങ്കിൽ, ഇത് ഞാൻ ഇവരോട് പറയാൻ കാരണം ചേച്ചി കോവിഡ് ഒക്കെ വന്ന സമയത്തെ നമുക്കിവിടെ വീട്ടില് ജോലിക്കാരില്ല, ആരും ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു വീട്ടില്. ഞാനും പ്രോമിയും ഹോസ്പിറ്റലിലായിരുന്നു. ഇവര് രണ്ടുപേർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണ്ടേ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആർക്കും എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെ സർവൈവ് ചെയ്യാൻ അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ജോലിക്കാരോ ഉള്ള സമയമുണ്ട്, ഇല്ലാത്ത സമയമുണ്ട്. അപ്പൊ അവരില്ലാത്തപ്പോ ഞാൻ ഇവരെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തതാന്ന് പറഞ്ഞ്. പുള്ളി വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ വീടെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ, ബാത്റൂം ആയിക്കോട്ടെ എല്ലാം ചേച്ചി തന്നെയാണ് ഇങ്ങനെ ഞങ്ങളാ ചെയ്യണേ മോളെ. പിന്നെ സത്യം പറ ഞങ്ങളാണ് എല്ലാം ഞങ്ങൾ തന്നെ. ഞാൻ ബാത്റൂം 3 അസിസ്റ്റന്റുമാരാണത്. രാവിലെ എണീറ്റ് പ്രോമി വരുമോ എന്റെ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് കൺട്രോൾ തരണേ. രാവിലെ എണീറ്റ് ഒന്ന് അവളെ ചെടി മുഴുവൻ നനയ്ക്കണം. പിന്നെ പിന്നെന്തൊന്നാ കാലത്ത് ചായ ഉണ്ടാക്കണം. പിന്നെ എന്തെന്നാ ഞാൻ മൈ ഗോഡ് ഇവിടെയുള്ള പ്രൊസീജിയർ എങ്ങനെയാന്ന് ഞാൻ പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് അവിടെ ഉണ്ടാക്കിയൊക്കെ വെക്കും. പുള്ളിയുടെ പരിപാടി എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് അടുക്കളയുടെ വാതുക്ക വരെ എത്തിച്ചു നോക്കും വെക്കണ്ടോന്ന്. എന്നിട്ട് വേഗം ഇവിടെ വന്നിരിക്കും. എന്തിനാ? ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രോമി ഇനി തന്നെയൊക്കെ വന്നെടുത്ത് കുടിക്കേ പ്ലീസ്, ഞാൻ അവിടെ ഉണ്ടാക്കി വെക്കാം, ഒന്ന് വന്നെടുത്ത് കുടിക്കുകയും ചെയ്യും. അല്ല ഈ 15 ദിവസം ചേച്ചി സീരിയലിലൊക്കെ പോകുമ്പോ മിസ് ചെയ്യാറുണ്ടോ? അല്ല ഞാൻ വന്നു പോവാണോ? അങ്ങനത്തെ പ്രൊജക്ടുകളാണ് ചെയ്യുന്നുള്ളൂ. ഇവരെല്ലാം ചെയ്യുന്നവരായതുകൊണ്ട്. അതെ അതെ. ഓ വന്നു പോവാണല്ലേ? തൊട്ടടുത്തല്ല, 1 കിലോമീറ്റർ 1 മണിക്കൂർ ട്രാവൽ. അപ്പൊ മിസ്സിംഗ് ഫാക്ടർ ഇതുവരെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല അല്ലെ? അങ്ങനെ ഒന്ന് 15 ദിവസം മാറി ട്രിവാൻഡ്രം ഒക്കെ ഷൂട്ട് വെച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ടോ? അടിപൊളിയായിരിക്കും. പുള്ളിക്കാരി പോവാത്തല്ലേ.
കേട്ടോ ആ എന്താ പോവാത്തേ എന്താ ചോദിക്ക് പോകാത്തെ കാരണം പറയൂ. അപ്പൊ കാരണം ചോദിക്ക് കാരണം എന്താ? എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടായി ട്രിവാൻഡ്രൊക്കെ വന്നിട്ട് എന്താ പോകുന്നില്ല? ഈ പിള്ളേരെയും പ്രോമിച്ചേട്ടനൊക്കെ മിസ് ചെയ്യുന്ന ഓർത്തിട്ടാ? പറ സത്യം പറഞ്ഞോ. അല്ല എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അതിന്റെ ഒരു ബാലൻസ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓ, അത്രയും ദൂരത്തേക്കുള്ളത്. ഇപ്പൊ സിനിമയാണെങ്കിൽ ഞാൻ മാറി നിന്ന് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ, പ്രശ്നമില്ല. നമുക്ക് ഒരു കുറച്ച് ഡേറ്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയി. 15 ദിവസം കംപ്ലീറ്റ്ലി മാറിക്കാന്ന് പറഞ്ഞാൽ ഇവര് കഷ്ടപ്പെടും. അതാണ് അതുകൊണ്ട് ഓർത്തല്ലേ ചേച്ചിയുടെ സന്തോഷം. നിങ്ങളൊക്കെ സന്തോഷം ഈ വീടാവും തോന്നല്ലേ, ഈ വീട് പരിസരം. കാരണം ആ ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റിവിറ്റി ഇതിലേക്ക് വരും. അല്ല നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മളൊരു പ്രത്യേക ബാലൻസിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൽ നമ്മളിങ്ങനെ പോകുമ്പോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യണ്ടല്ലോ. അതെ അതെ സത്യം സത്യം. എന്തോ പറയാ ഒന്നും പറയാനില്ല. അത് തന്നെയാണ് അതിന്റെ കാര്യം. എല്ലാവരും 4 ദിവസത്തിന് വൈകുന്നേരം ആവുമ്പോ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. അതെ അതെ സത്യം. എന്താ പറയുക, തിരിച്ചു വരാനായിട്ടുള്ളൊരു അതാണ് ഞങ്ങളുടെ പ്രണയം. സത്യം. അത് വേണല്ലോ അല്ലെ, അത് അപ്പോഴാണല്ലോ ഒരു കുടുംബമായി മാറുന്നത് അല്ലെ. അതെ പുഷ്ടിക്കുന്നത്. അങ്ങനെ പുഷ്ടിച്ച് അങ്ങ് വളരട്ടെ അങ്ങ്. പ്രോമിച്ചേട്ടന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ അച്ഛന് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം പ്രോമിച്ചേട്ടൻ അച്ഛനായപ്പോഴും പിള്ളേർ പറയട്ടെ റോണിത്ത് ഈ അച്ഛൻ സ്ട്രിക്റ്റ് ആണോ? അല്ല എന്റെ ഒരു ഇത് വെച്ച് എനിക്കറിയാവുന്ന, ഞാൻ അപ്പച്ചനായിട്ട് അങ്ങനെ വലിയ ഇതില്ലായിരുന്നു. അപ്പൊ 4 വയസ്സ് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ. പക്ഷെ പപ്പയൊക്കെ പറഞ്ഞു വെച്ച് കേട്ടിട്ടുള്ളത് വെച്ച് അപ്പച്ചൻ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോ എന്റെ പപ്പ ചില്ലാണ്. എന്റെ അപ്പച്ചനും ചില്ലാണെന്ന് എന്നെ സംബന്ധിച്ച് എന്റെ അപ്പച്ചൻ ചില്ലാണ്. പക്ഷെ അപ്പച്ചൻ സ്ട്രിക്റ്റ് ആണ്. എന്നാ അപ്പച്ചനോട് ഞങ്ങൾക്ക് ഒരു പേടിയല്ല, അതൊരു റെസ്പെക്ട് ആണ്. പേടിപ്പിച്ച് നിർത്തുന്ന അപ്പനല്ല എന്നെ. എന്നാ ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ അപ്പൊ അത് തന്നെയാണ് എന്റെ മക്കൾക്കും കൊടുക്കണത്. ഞാൻ അവരങ്ങനെ എന്നോർത്ത് ഒരു ആവശ്യമില്ലാത്ത കാര്യം ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടിയ കേസൊന്നും നമുക്ക് വീട്ടിൽ പോയിട്ട് ഇവിടെ പറയാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള വയസ്സ് പോലും ഇല്ല എന്നോർത്ത് അതൊരു അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ എന്നോർത്തുണ്ട് അതിനെല്ലാം ഞാൻ ഇടയ്ക്ക് അവനോട് പറയും, ഓൾവേസ് ഐ ആം യുവർ ഫാദർ. നീ എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയാലും ഞാൻ നിന്റെ അപ്പനാണ്. നൈസ് നൈസ് നൈസ്. റിച്ചാർഡ്, അച്ഛന് പപ്പയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 ക്വാളിറ്റിയും എന്നാ പപ്പന്റെ ഈ 2 ക്വാളിറ്റി എനിക്ക് ഇഷ്ടമല്ലാത്ത 2 ക്വാളിറ്റി. ഇഷ്ടപ്പെട്ട 3 ക്വാളിറ്റിയും ബാക്കി ഇഷ്ടപ്പെടാത്ത 2 ക്വാളിറ്റി. ആ 2 കൂടെ പറഞ്ഞോ. ആ 2 മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ കില്ലാടിയാന്ന് പറയാൻ പറ്റിയ ഒരു ഇഷ്ടമുള്ള 3 ക്വാളിറ്റി ആദ്യം പറ. അങ്ങനെ പറയുന്ന പറഞ്ഞ 3 ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ മൂഡ് ഔട്ടൊക്കെ ആയിട്ടിരിക്കുമ്പോ ഞാൻ ചില സമയത്ത് ഇപ്പൊ 2 ആഴ്ച 3 ഒക്കെ സ്കൂള് ട്യൂഷൻ തിരിച്ചു വരാം ഇത് തന്നെ. അപ്പൊ അപ്പൊ തന്നെ പറയും നമ്മളിങ്ങനെ വന്നിട്ട് ഒന്ന് പുറത്തു പോവാം, ഡ്രൈവൊക്കെ പോയിട്ട് വരാം, ഭക്ഷണം കഴിക്കാം. കാരണം നമ്മൾ അങ്ങോട്ട് പോയി പറയില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കാൻ. അങ്ങനെ അങ്ങോട്ട് പോയി പറഞ്ഞേക്ക് മുമ്പ് തന്നെ ഇങ്ങോട്ട് ഒന്ന് പറയും, മനസ്സിലാവും. അങ്ങനെയൊക്കെ. ഓ അത് നല്ല അടിപൊളിയാണല്ലോ. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ചോദിച്ചാൽ അതെ കേക്കട്ടെ അച്ഛന് അതെ ഇങ്ങനെ ഒരു അവസരം അല്ല പിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണേ. ഒരു കാര്യം ഇപ്പൊ ഒരു എല്ലാ കോമ്പറ്റീഷനോ അങ്ങനെ ഇങ്ങനെ പരീക്ഷകൾക്ക് പോവാണെങ്കിൽ പറയും അറിയാവുന്ന എഴുതി വെക്കാ, ഇല്ലാത്തത് അറിയാവുന്ന എഴുതി ലീവ് ഇട്ടാളാ പോണെങ്കിൽ പോട്ടെ. ഒരു കോമ്പറ്റീഷനൊക്കെ പോവാണെങ്കിലും ജയം തോൽക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മള് ഹൗ വി ഡിഡ് ഇറ്റ്, എങ്ങനെ തീർത്തു. ഒരു പ്രഷർ ഒന്നും തരത്തില്ല അല്ല ആ ഒരു. ഓക്കെ, ഇനി ഇഷ്ടപ്പെടാത്ത 2 ക്വാളിറ്റി. ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തൊക്കെ നിക്കുമ്പോ പെട്ടെന്ന് എന്നെ പറ്റി ഒരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ പറയും. അല്ല അവന് ഫീൽ ചെയ്യണ കാര്യങ്ങൾ പറയുന്ന ഞാനിങ്ങനെ വല്ലതൊക്കെ പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചേ. അങ്ങനെയല്ല, എന്നാലും അവിടെ പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പറയും നമ്മള് പൊക്കണേ അല്ലേ, നമ്മുടെ മോനെ പൊക്കാനായിട്ട് അങ്ങനെ. ഓക്കെ, അത് പിന്നെ ഒരു കാര്യം അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം പോസിറ്റീവ്. ആ ഒരു കാരണം മാത്രം മക്കൾക്ക് മാറ്റാനുള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അമ്മയുടെ അത് കഴിഞ്ഞിട്ട് റോണിത്തിലേക്ക് വരിക. മമ്മിയുടെ അവനോട് ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. അമ്മയുടെ 2 പോസിറ്റീവ് ക്വാളിറ്റി 2 നെഗറ്റീവ്. ഓക്കെ, അമ്മയുടെ
ഞാൻ പറയണ ആ ആ, ആ, ആ. അല്ലാതെ അല്ലാണ്ട് പിന്നെ മമ്മി ഞാൻ പറയണം. അല്ല ഞാൻ കരുതി അയ്യോ ഇതിപ്പോ ആ പെട്ടുപോരെ, പോസിറ്റീവ് പെട്ടു. ക്വാളിറ്റി. പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുമ്പോ നാളെ ഫുഡ് വെച്ചെടുക്കണം. വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഓർത്തങ്ങ് പോസിറ്റീവ് ആ, നെഗറ്റീവ് പറയും. പറഞ്ഞോ. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ. അല്ല കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എനിക്കിപ്പോ ഞാൻ എന്റെ ബാക്കിയുള്ള അമ്മമാരുടെ ആണോ കമ്പാരിറ്റീവ്ലി കമ്പാരിറ്റീവ് ആരൊക്കെ അല്ല ബാക്കിയുള്ള ഞാൻ എന്റെ വെച്ച് പറയുന്നതാണ്. ബാക്കിയുള്ള അമ്മമാരെ വെച്ച് നോക്കുമ്പോ ഐ ഫീൽ ലൈക്ക് മമ്മി കുറച്ചുകൂടി ഇത്തിരി എക്സ്ട്രാ ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പൊ ഷൂട്ടും ഇതൊക്കെ ഉള്ളപ്പോഴും ആയാലും മമ്മി ഓൾവേസ് മാനേജസ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം A to Z രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചാൽ നമ്മളങ്ങനെ ഇപ്പൊ വൈകുന്നേരം ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ റിച്ചാർഡ് സ്കൂളിൽ നിന്ന് വരുമ്പോഴായാലും ഇവിടെ സ്നാക്സ് ഓൾറെഡി റെഡി ആയിരിക്കും. ജസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി ഫ്രിഡ്ജിനകത്ത് ഇന്ന സ്ഥലത്ത്. മമ്മി ഞാൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് സ്കൂളിൽ ഇപ്പൊ എന്താ നടക്കുന്ന ഓർക്കല്ല, കോളേജിൽ എന്താ നടക്കുന്ന ഓർക്കാൻ പറ്റണില്ല. മമ്മി പറയാണ് ഇന്ന നടുക്ക് തട്ടില് ഇന്ന കളർ പെട്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ കിട്ടൂല്ലോ, നമ്മൾ ആദ്യം നോക്കുമ്പോ കിട്ടൂല. മമ്മി വിളിച്ചിട്ട് എവിടെയത് നടുക്കത്തെ റോല് ഇതിന്റെ പിറകെ ഇന്ന കളറിൽ സാധനത്തിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓ അതാ ലൊക്കേഷൻ ഇത്ര പേഷ്യൻസോടെ പറഞ്ഞു തരണെങ്കി അത് അടിപൊളി പൊളി പൊളി പൊളി. പേഷ്യൻസ് ടു മച്ച്. അല്ല എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം ചേച്ചി കമ്മിങ് ബാക്ക്, കാരണം ലൊക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സീരിയലും കൂടെ ആകുമ്പോഴത്തേനും. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിന് ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നിയത്. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റി തന്നെ നല്ല പേഷ്യൻസ് ഭയങ്കര ഒരു കാര്യമാണ്. ഭയങ്കര ക്ഷമയുള്ള ഇഷ്ടമല്ലാത്ത- കരഞ്ഞു. ദേ അമ്മേനെ കരയിപ്പിച്ചു. ദൈവേ കരയല്ല, ഞാനും കരയൂട്ടോ. ഇല്ല. ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞപ്പോ മാറി നീത ചേച്ചിനെ കരയിപ്പിച്ചിരിക്കുന്നു. റോണിത്ത് കഷ്ടം കേട്ടോ. അമ്മേനെ കരിപ്പിക്കുന്നു. സോറി. അയ്യോ പപ്പ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പപ്പ ഒന്നും പ്രോബി ചേട്ടൻ കൊച്ചു പറഞ്ഞില്ലായിരുന്നു 2 ക്വാളിറ്റി. സോറി. വാലന്റൈൻസ് ഡേയുടെ പറഞ്ഞിട്ട് കരയിപ്പിച്ചു. ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയാം. ഈ ചോദ്യം വേണ്ടി ചോദ്യം മാറ്റി പിടിക്കും മതി. ഇഷ്ടമല്ലാത്ത 2 കാര്യം ഇപ്പൊ തന്നെ നമുക്ക് ഭദ്രകാളി പോലെ തുള്ളിപ്പിക്കാം. കാര്യം അതിപ്പോ ഞാൻ കോമൺലി ഇപ്പൊ 2 പേരുടെ കാര്യത്തിലും പറയാം. ഇപ്പൊ നമ്മള് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്ത് ചോദിക്കാൻ പോണ കാര്യത്തില് അത് വെച്ചാൽ എന്തായാലും ഓക്കെ പിന്നെ സ്ഥലത്ത് പോകണം, കൂട്ടുകാരോടെ പോകണം, അത് ഭയങ്കര എക്സ്പെക്ട് ചെയ്തായിരിക്കും. സമ്മതിക്കും, എന്തായാലും സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. അത് പോകുമ്പോ ചോദിക്കുമ്പോ ഇല്ല പോണ്ട തീർന്നു. അത് പക്ഷെ ഒട്ടും സമ്മതിക്കില്ല. ഓക്കെ ചിലപ്പോ എങ്ങാനും സമ്മതിച്ചാലോ എന്ന് വെച്ച് വെറുതെ പോയി ചോദിക്കണ അതിനെന്താ നീ പൊക്കോ. അങ്ങനെ സഡൻ നമ്മള് വിചാരിക്കാത്ത രീതിയിലായിരിക്കും. പ്രെഡിക്റ്റബിൾ അല്ല അല്ലേ? നിന്റെ ഡീല് പോലെ ഇരിക്കും. മുമ്പ് നീ ഒരു ജാതി വേഷങ്ങളായി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നോണ് നന്നായിട്ട് ഓക്കെ ഗുഡ് ഗോയിങ് ഗുഡ് ആണെങ്കിൽ ആ മോനെ യു ഗോ. അതെ, അപ്പൊ ആ സമയത്ത് കൂടുതലൊക്കെ സഹായിച്ചാൽ മതി ഇവരെ 2 പേരെ. ഓക്കെ, അങ്ങനെ നിത ചേച്ചിനെയൊക്കെ കരയിപ്പിച്ചില്ലേ? അത് കണ്ണ് മറ്റേ ഇൻഫെക്ഷൻ. ഇത് കണ്ണട വെക്കാത്തത് സാറേ, ഇത് കഴുത്ത് പല പഴുത്തിരിക്കുകയാണ് സാറേ.